ഹലോ. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സംഭവം. ഞങ്ങൾ പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടാലും ഇല്ലെങ്കിലും ബാക്കി പറയാം. കാണാൻ വഴിയില്ല, എപ്പോഴും എല്ലാ വീഡിയോ അങ്ങനെ ആണല്ലോ. അപ്പോൾ പിന്നെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഞാൻ കാണുമല്ലോ, എനിക്ക് സബ്സ്ക്രൈബേഴ്സും കയറുമല്ലോ. അപ്പോൾ അതാണ്ടേ ട്രെയിൻ പോലെ ഇങ്ങ് അറ്റം മുതൽ അങ്ങ് അറ്റം വരെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പന്തിപ്പശമൊന്നുമില്ല. കാറുണ്ട്, ബൈക്കുണ്ട്, സൈക്കിളുണ്ട്, ഓട്ടോ ഉണ്ട്, പിന്നെ പിക്കപ്പുണ്ട്, ബസ്സുണ്ട്, ലോറിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പെട്ടിയോട്ടോ ഉൾപ്പെടെ ഉണ്ട്. അതാണ്ട് ഈ ഫ്രണ്ടിലെ വണ്ടിയിൽ കിടക്കുന്ന ഈ മാമന്മാർ അന്നേരം തൊട്ടേ ഞങ്ങളെ നോക്കുകയാണ് കേട്ടോ. കാപ്പിൽ ബീച്ച് തൊട്ടേ ഇവർ ഞങ്ങളെ ഫ്രണ്ടിലുണ്ട്, സോറി ഞങ്ങളെ അവരുടെ ബാക്കിൽ ഞങ്ങളുണ്ട്. അന്നേരം തൊട്ടേ ചേട്ടന്മാരെ നോക്കുകയാണ്. ചേട്ടന്മാരെ നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അങ്ങനെ അവർ ബോട്ടിൽ പോയിട്ട് വരുന്ന ടീംസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫ്രണ്ടിൽ കിടക്കുന്ന ആ ബസ്സില്ലേ, ആ ബസ്സിൽ ചേട്ടന്മാർ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ബ്ലോക്ക് നീങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ റിസോർട്ടിൽ എന്തോ പ്രോഗ്രാം ആയിരുന്നെന്ന് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അതിൻ്റെ തിരക്കും കാര്യങ്ങളായിരുന്നു ഇപ്പോൾ കണ്ടത്. അങ്ങനെ നേരെ ഞങ്ങൾ തത്തമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടുത്തെ ഉമ്മയെ ഞങ്ങൾ തത്തമ്മ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവിടെ ഇലക്ട്രിക് ഗേറ്റ് ആയതുകൊണ്ട് നേരത്തെ വിളിച്ച് പറയണം തുറക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞാൻ ക്യാമറയിൽ നോക്കി കേട്ടോ, ക്യാമറ സൂം ചെയ്ത് നോക്കി തുറന്ന് കിടക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ തുറന്ന് കിടക്കാണ്ട് വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടി അകത്ത് കയറ്റിയിട്ടു. ഓരോരുത്തർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവസാനം എൻ്റെ ചടങ്ങാണ് കേട്ടോ. എന്താണ്, ഷൂവിൻ്റെ ലൈസ് അഴിക്കൽ, ഊരൽ, സോക്സ് ഊരലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞങ്ങനെ മര്യാദയ്ക്ക് ഏതെങ്കിലും ചെരുപ്പ് ഇട്ട് സാധാ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. മഴയത്തിൻ്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ നേരെ അകത്തേക്ക് പോയി മേടിച്ച സാധനങ്ങളെല്ലാം അവിടെ ഇത്താമാരയിൽ കൊണ്ടുപോയി കിച്ചണിൽ വെച്ചു. അങ്ങനെ പിന്നെ ചീനി മേടിച്ചായിരുന്നു. ചീനിയും അവിടെ ഇത്താമാരെ കൊടുത്തിട്ട് അകത്തോട്ട് വെച്ചേരെ, ബാക്കിയൊക്കെ ഉമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന ഉടനെ തന്നെ മക്കൾ പരിപാടി തുടങ്ങി. കുരുത്തക്കേട് കാണിക്കലും എല്ലാം വണ്ടി ഓടിക്കലും പരിപാടിയൊക്കെ തുടങ്ങി. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.